കാരണം നമ്മുടെ നാട് ഇതിന് നേരെ വിപരീതമാണ് ബഹുഭൂരിപക്ഷം ചലിക്കുന്നത്. ബഹുഭൂരിപക്ഷത്തിന് എന്താണ് ഈമാൻ കൊണ്ട് ആസ്വദിക്കേണ്ട ശൈലി എന്ന് പഠിച്ചിട്ടില്ല. ബഹുഭൂരിപക്ഷം പഠിച്ചിട്ടില്ല. ഈമാനിലൂടെ ഇസ്ലാമിലൂടെ എങ്ങനെ മുസ്ലിങ്ങൾ ആഘോഷിക്കണം, അല്ലെങ്കിൽ ആവേശമുണ്ടാവണം, ആസ്വാദനമുണ്ടാവണം എന്നത് പഠിച്ചിട്ടില്ല. നമസ്കരിക്കുമ്പോൾ ഭക്തിയില്ല, നമസ്കരിക്കുമ്പോൾ ഖുശൂ ഇല്ല, നമസ്കരിക്കുമ്പോൾ ഭക്തിയില്ല, നമസ്കരിക്കുമ്പോൾ ലോകം കറങ്ങുന്നു നമ്മുടെ തലച്ചോറിൽ. ദുനിയാവിനോടുള്ളതായ ബന്ധം അത്രയും കെട്ടിക്കൂടിപ്പോയത് കൊണ്ട് തന്നെ ശ്രദ്ധിക്കണം. മുസ്അബ്, നിങ്ങൾ ഈ കേട്ട മുസ്അബ്, റസൂലുള്ള മദീനയിൽ വന്നിട്ട് 2 വർഷം കഴിയുമ്പോൾ ബദർ യുദ്ധം നടക്കുന്നു. മക്കയിൽ നിന്നിട്ട് നാട് കടത്തിയ നാട്ടുകാർ അള്ളാഹ് പറഞ്ഞിരുന്നു മക്കയിൽ അവരെ ഞാൻ ഇവിടുന്ന് ശിക്ഷിക്കാത്തത് ഇവിടെ മക്കയിൽ ഹറമായതുകൊണ്ട് എന്നുള്ളത് നമ്മൾക്കറിയാം. പിന്നെ നിങ്ങളുടെ മധ്യത്തിൽ വേണ്ടാന്ന് വെച്ചു. പിന്നെ അവരതിനു വേണ്ടി ഒരു പ്രത്യേക സ്ഥലത്തേക്ക് തെളിച്ചു കൊണ്ടുവന്നു. അതാണെന്ത്? ബദറില്ല പൊട്ടക്കിണറിലേക്ക് ആ നേതൃത്വങ്ങളെ കഴുത്ത് മുറിച്ച് വലിച്ചെറിയാൻ വേണ്ടി കൊണ്ടുവന്നു. അങ്ങനെ 70 പേര് കൊല്ലപ്പെട്ട് 70 പേര് അറസ്റ്റ് ചെയ്തു. അക്കൂട്ടത്തിൽ ഒരു മദീനക്കാരനായ റസൂലിൻ്റെ കൂടെ യുദ്ധത്തിന് വേണ്ടി പോയ അൻസാരി സഹാബി പിടിച്ചു കെട്ടാണ് ഒരാളെ. നോക്കുമ്പോൾ മുസ്അബ് വിട്ട് കിടക്കുമ്പോൾ മുസ്അബിന് മനസ്സിലായി മൂപ്പരുടെ സഹോദരനാണ് ആ കട്ടപ്പെടുന്ന വ്യക്തി. മൂപ്പരുടെ സഹോദരൻ, മൂപ്പരുടെ ചോര അദ്ദേഹത്തിൽ കറങ്ങുന്നുണ്ട്. അമുസ്ലിമായ സഹോദരൻ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവർ അവർക്ക് നേർച്ചയാക്കുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് അറക്കുന്ന ആ കറുത്ത ഇരുളുള്ള ശിർക്ക് പേറി നടക്കുന്ന ജ്യേഷ്ഠനാണത് കെട്ടപ്പെടുന്നത്. അൻസാരിയോട് പറയാണ്, ശുദ്ധ വഥാഖ, മുറുക്കി കെട്ടിക്കോ അദ്ദേഹത്തെ. ശബ്ദം കേട്ടപ്പോൾ ജ്യേഷ്ഠന് മനസ്സിലായി ഇതെൻ്റെ അനുജൻ്റെ ശബ്ദമാണല്ലോ. ഇങ്ങനെ നോക്കുമ്പോൾ മുസ്അബാണ്, അനുജനാണ്. പറഞ്ഞു, നാം പരസ്പരമുള്ള ചോരബന്ധമെങ്കിലും ആ മര്യാദയെങ്കിലും കാട്ടിക്കൂടടാൻ. മുറുക്കി കെട്ടാനാ പറയുന്നത്. അപ്പോൾ മറുപടി കേട്ടോളീൻ. മുസ്ലിം ലോകം ഞെട്ടേണ്ട മറുപടി, രോമാഞ്ചമുണ്ടാക്കുന്ന മറുപടി, ചരിത്രത്തിൻ്റെ താളുകളിൽ സ്വർണ്ണലിപി കൊണ്ട് എഴുതപ്പെടേണ്ട മറുപടി. ഹാദാ അഖി ദുനക്, നീയല്ലടോ എൻ്റെ സുഹൃത്ത്, ഇദ്ദേഹമാണ് എൻ്റെ സുഹൃത്ത്. ഞാൻ ആദർശം ഉൾക്കൊള്ളുന്ന ഇദ്ദേഹമാണ് യഥാർത്ഥത്തിൽ എൻ്റെ സഹോദരൻ. നീയും ഞാനുമായുള്ള ബന്ധം ചോരബന്ധമാണ്, അത് നശിക്കുന്ന ബന്ധമാണ്. ഞാനും ഇദ്ദേഹവുമായുള്ള ബന്ധം ആദർശ ബന്ധമാണ്, അത് നശിക്കൂല. അതിലൂടെ ഞങ്ങൾ ഷഹീദായിട്ടോ അല്ലാതെയോ ഇവിടെ നിന്ന് പറന്നു പോകുന്നു സ്വർഗത്തിലേക്ക്. അതുകൊണ്ട് നീയല്ലടോ എൻ്റെ സഹോദരൻ. ഇതാണ് യഥാർത്ഥത്തിൽ മതമൈത്രി പറയുമ്പോൾ, അങ്ങനെയുള്ള തോന്നിവാസം പറഞ്ഞ് നടക്കുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടതായ ആദർശം. അതെ, നാം ഉൾക്കൊള്ളുന്ന ഈ തൗഹീദുമായി അതിനെ ആദരിക്കാത്ത, അതിനെ ഉൾക്കൊള്ളാത്ത ആരോടും നാമായിട്ട് നമുക്ക് ലയനമില്ല. അവരെ ആദർശത്തിലേക്ക് ക്ഷണിക്കണം, അവരോട് നല്ല രൂപത്തിൽ പെരുമാറണം. അവരെ ഹൃദയത്തിൽ നിന്നിട്ട് സ്നേഹിക്കാൻ ഒരിക്കലും പാടുള്ളതല്ല. ഇസ്ലാമിൻ്റെ കൽപ്പന അതാണ്. അള്ളാഹ് പറയുന്നു, അവരുടെ പൂതി നിങ്ങളെ സോപ്പിടലാണ്, നിങ്ങളും സോപ്പിടാൻ വേണ്ടി. സോപ്പിടാന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനാണ്, എണ്ണയിടാൻ. പിന്നെ ലോകത്തിലുള്ള സർവ്വ മുസ്ലിങ്ങളും മനസ്സിലാക്കുന്നത്, മുസ്ലിങ്ങൾ ഞങ്ങളെപ്പോലെ കാഫിര്യങ്ങളാവട്ടെ, മുസ്ലിങ്ങൾ ഞങ്ങളെപ്പോലെ കാഷ്ടിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അയ്യപ്പ ശരണ എന്ന് പറയുന്ന, മൊയ്തീനെ കാക്കട എന്ന് പറയുന്ന, ബദരീകളെ രക്ഷിക്കട എന്ന് പറയുന്ന മനുഷ്യന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളായി മാറട്ടെ എന്നാണ് സത്യനിഷേധികളുടെ പൂതിയെന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു പറയുന്നു. അതുകൊണ്ട് ഒരിക്കലും നാം നമ്മുടെ ശത്രുക്കളെ മിത്രങ്ങളായി കാണുന്ന പദ്ധതി ഇസ്ലാമിലില്ല. അതും മദീന പഠിപ്പിക്കുന്ന മറ്റൊരു പാഠമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് പഠിച്ചു? മദീന പഠിപ്പിക്കുന്ന പാഠം ഖുർആനും സുന്നത്തും അനുസരിച്ചിട്ട് ജീവിക്കുമ്പോൾ സലഫു സാലിഹ്യങ്ങളായ സഹാബാക്കൾ ജീവിച്ചതുപോലെ ജീവിക്കണം. ആ സഹാബാക്കൾ ജീവിച്ചതുപോലെ ജീവിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ എല്ലാ പ്രയാസവും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവർക്കുണ്ടായതുപോലെ അതെല്ലാം അവർ സഹിച്ചതുപോലെ നാമും സഹിക്കണം. കാരണം അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ഈ മദീന പണ്ട് ജീവിച്ചപ്പോൾ പൊറുക്കളത്തിൽ പോയിട്ട് കരളുകളും കഴുത്തുകളും മുറിച്ചു കൊടുത്തപ്പോൾ, പിടിച്ചോ റബ്ബേ കഴുത്ത്, പിടിച്ചോ റബ്ബേ കരള്, പിടിച്ചോ റബ്ബേ ചോര, ഞങ്ങൾക്ക് വേണ്ടത് നിന്റെ പ്രീതി, ഞങ്ങൾക്ക് വേണ്ടത് നിന്റെ സ്വർഗം എന്നതായിരുന്നു. ഈ ചിഹ്നം മുമ്പിൽ വെച്ചിട്ട് ജീവിക്കുമ്പോൾ, പെൺകുട്ടിയുടെ തലയിൽ തുണിയിടാതെ നടക്കുമ്പോൾ വികാരമളകും ആചാര്യയുടെ ഉംറക്കാരൻ്റെ. ഞാൻ മദീന കണ്ട ആളാണ്, പർദ്ദയുടെ ആയത്തിറങ്ങിയ നാട്ടിൽ നടന്ന ആളാണ്. എൻ്റെ കുട്ടിയുടെ ആ സുന്ദരമായ ഭാഗങ്ങൾ അന്യപുരുഷന്മാർ കണ്ടാൽ എനിക്കെങ്ങനെ റബ്ബിനോട് പരലോകത്തിൽ ചോദിക്കുമ്പോൾ
മറുപടി പറയാൻ സാധിക്കുക? ആ സഹാബിയാത്തുകൾ സുജൂദ് ചെയ്ത മണ്ണിൽ പോയിട്ട് ഞാനൊന്ന് സുജൂദ് ചെയ്തിട്ടില്ലേ? ഇനി ഞാൻ പറഞ്ഞു ധരിക്കാതിരുന്നാൽ ഞാൻ എങ്ങനെ റബ്ബിൻ്റെ അടുക്കൽ ചെല്ലുമെന്ന് ഓരോ സഹോദരികൾ എൻ്റെ ശബ്ദം കേൾക്കുന്നവർ ശ്രദ്ധിക്കുക. എത്ര തന്നെ വലിയ കോടീശ്വരന്മാരുടെ ആ കല്യാണ മണ്ഡപത്തിലേക്ക് ചെല്ലുകയാണെങ്കിലും ഇസ്ലാമിൻ്റെ ചിഹ്നമാകുന്ന ആ പരിപൂർണ പർദ്ദ ധരിച്ചു പോകലാണ് നിങ്ങളുടെ അന്തസ്സ്, നിങ്ങളുടെ അഭിമാനം. അതിലൂടെയാണ് നിങ്ങൾക്ക് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ, മുസ്ലിം സഹോദരിമാർക്ക് നൽകിയ ആ അഭിമാനത്തെ സംരക്ഷിക്കാൻ സാധിക്കുക എന്നത് അവരുടെ മുമ്പിൽ ഉണ്ടാവണം. ഇവിടെ നിന്ന് റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ഒരു സഹോദരി പറയുകയുണ്ടായി, റസൂലേ, എനിക്ക് അപസ്മാര രോഗമാണ്, ഞാൻ പലപ്പോഴും എനിക്ക് രോഗമുണ്ടാകുമ്പോൾ നിലം പതിക്കും. അവർക്ക് പറയാനുണ്ടായത് നിങ്ങൾ കേട്ടോളീൻ, നിങ്ങൾ പലപ്പോഴും കേട്ടതായിരിക്കാം. അവർ പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം എൻ്റെ രോഗം മാറാൻ. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, രോഗം മാറും, പക്ഷേ നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. സഹോദരി പറയുന്നു, റസൂലേ, പ്രാർത്ഥിക്കണ്ട, എനിക്ക് വേണ്ടത് സ്വർഗമാണ്, പ്രാർത്ഥിക്കണ്ട. പിന്നെ അവർക്ക് ആവശ്യപ്പെടാനുണ്ടായിരുന്നത് എന്തായിരുന്നു? ആ സ്വർഗത്തിലേക്ക് പോകുന്നവർ ധരിക്കുന്ന പർദ്ദയിലുള്ള വീഴ്ചയിലിട്ട് വരാതിരിക്കാൻ വേണ്ടി എനിക്ക് അപസ്മാര രോഗം പിടിവിട്ടിട്ട് ഞാൻ നിലം പതിക്കുമ്പോൾ എൻ്റെ അല്ലാഹ് കൽപ്പിച്ചതായ ഔറത്തായ ഭാഗം പ്രകടമാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി എന്ന് ആ സഹോദരി. സംഭവം ബുഖാരിയിലാണ്. സുഹൃത്തുക്കളെ, സഹോദരിമാരെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്ത്? ആ വീഴുന്ന സമയത്ത് നീ ഖുർആനിൽ അന്യപുരുഷന്മാരുടെ മുമ്പിൽ കാണാൻ പാടില്ല എന്ന് പറഞ്ഞതായ ഔറത്ത് പ്രകടമാവാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം അള്ളാഹിനോട്. സ്വർഗം കിട്ടണം എനിക്ക്, അതുകൊണ്ട് എൻ്റെ രോഗം മാറാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണ്ട എന്ന് കേട്ടോളി. അങ്ങനെ സ്വർഗത്തിന് വേണ്ടി മല്ലിട്ടുകൊണ്ട് മത്സരിച്ചുകൊണ്ട് അള്ളാഹിനെ പ്രീതിപ്പെടുത്താൻ ജീവിച്ച സ്ത്രീ പുരുഷന്മാരുടെ നാട്ടിലിരിക്കുന്ന എൻ്റെ സഹോദര സഹോദരിമാരെ, ഈ നാട്ടിനോട് വിട വാങ്ങിക്കഴിഞ്ഞാൽ ഈ നാടുമായുള്ള ബന്ധം, സ്വർഗത്തോപ്പുമായുള്ള ബന്ധം മുറിഞ്ഞു പോകരുത്. ഞാൻ നിങ്ങളോട് ഉപദേശിച്ച ഉപദേശങ്ങൾ ഓർത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതമാസകലം ഇനി ഈ നാടുമായി ബന്ധപ്പെടുത്തി മദീനീകരിക്കുക, മക്കീകരിക്കുക, സ്വർഗത്തോപ്പീകരിക്കുക, ഇസ്ലാമീകരിക്കുക, ഖുർആനീകരിക്കുക എന്നതാണ് നിങ്ങളോട് എനിക്ക് അവസാനമായി ഉപദേശിക്കാനുള്ളത്. ഇതുവരെ പറഞ്ഞതിനെ സൽക്രമമായി അള്ളാഹു സ്വീകരിക്കട്ടെ. മറ്റു മദീനയിൽ നിന്നിട്ട് പഠിക്കേണ്ട ചരിത്ര ഭാഗങ്ങൾ, എന്നിട്ട് ഷോർട്ടായ ഭാഗം നിങ്ങൾ ഇവിടുന്ന് വാങ്ങാൻ പോകുന്ന ഈ ലഘുലേഖയിലുണ്ട്. അല്ലാത്ത ഭാഗങ്ങൾ വിശദമായിട്ട് നിങ്ങളുടെ ഉപദേഷ്ടാവായ ഉസ്മാൻ മൗലവിയും മറ്റുള്ളവരും പഠിപ്പിച്ച് പറഞ്ഞു തന്നു കാണും. എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്ന ഉപദേശം ഈ പ്രധാന പോയിൻ്റാണ്. അതേത്? ഐക്യത്തോടു കൂടി, അനൈക്യമില്ലാതെ ആദർശം ഉൾക്കൊള്ളുന്നവരോട് സഹോദരന്മാരായിട്ട് ആ സഹോദരൻ നിലർത്തിയും കൊണ്ട് ഏകോദര സഹോദരന്മാരായിട്ട് സ്ത്രീ പുരുഷന്മാർ ജീവിക്കുക. ഈ റസൂലുള്ളാഹി മദീനയിൽ താമസിച്ചിരുന്ന കാലഘട്ടത്തിലും അതിൻ്റെ പരിസരത്തിൽ താമസിച്ചിരുന്ന കാലഘട്ടത്തിലും ആ പാടുപെട്ട കഷ്ടപ്പെട്ട ആ സഹാബാക്കൾ കരളും കഴുത്തും മുറിച്ചു കൊടുത്ത അതേ ആദർശത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മരണം വരെ ഇനി കൂടുതൽ പ്രവർത്തിക്കാനുള്ള സാമ്പത്തിക ശേഷിയോ അല്ലെങ്കിൽ വിജ്ഞാനശേഷിയോ ഇല്ലാത്തവരാണെങ്കിൽ സ്വന്തമെങ്കിലും മദീനയിൽ ജീവിച്ചവരുടെ ജീവിതമാക്കി മാറ്റാൻ പരിശ്രമിക്കുക. കളവില്ലാതെ, വഞ്ചനയില്ലാതെ, തട്ടിപ്പില്ലാതെ, വെട്ടിപ്പില്ലാതെ, അനാചാരമില്ലാതെ, അനിസ്ലാമികത്വമില്ലാതെ, ഏഷണിയില്ലാതെ, പരദൂഷണമില്ലാതെ, പലിശയില്ലാതെ, ലോകമാന്യമില്ലാതെ അള്ളാഹിനെ പ്രീതിപ്പെടുത്തിയും കൊണ്ട് അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹ്ക്ക് മാത്രം ആരാധിച്ച് അള്ളാഹു ബഹുമാനിക്കാൻ, ആദരിക്കാൻ, സ്നേഹിക്കാൻ പറഞ്ഞ സലഫ് സാലിഹ്യങ്ങളെ, അതിനു മുമ്പ് നബിമാരെ, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കണ്ണിലുണ്ണിയായ ഇവിടെ അന്ത്യവിഷമ കൊള്ളുന്ന നബിയുന മുഹമ്മദ് റസൂലുള്ളാഹിയെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ച് അവരുടെ ജീവിതം നമ്മുടെ ജീവിതമാക്കി മാറ്റി അവരുടെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചൊല്ലി, അപ്രകാരം അല്ലാത്ത സമയത്തും സമയം കിട്ടുമ്പോഴെല്ലാം സലാത്ത് ചൊല്ലി, അഥവാ അവർക്ക് വേണ്ടി അനുഗ്രഹത്തിനും രക്ഷയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥിക്കുന്ന വേളയിൽ അവരോടൊപ്പം പരിസരത്തിൽ ആ മതത്തെ, ഈ ആദർശത്തെ ലോകവ്യാപകമാകാൻ വേണ്ടി നിങ്ങൾ ഈ കാണുന്ന സ്വർഗത്തോപ്പിൻ്റെ പരിസരത്തിലുള്ള കുടിലുകളിൽ ആദ്യമായിട്ട് പട്ടിണി കിടന്നതായ നമ്മുടെ ഉമ്മമാരായ റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർ, റസൂലുള്ളാഹിൻ്റെ കുടുംബം, അവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സലാത്ത് ചെല്ലുക. അതാണ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന പ്രാർത്ഥന. അള്ളാഹുവേ, മുഹമ്മദ് നബിയെ അനുഗ്രഹിക്കണം, രക്ഷിക്കണം. മുഹമ്മദ് നബിയുടെ കുടുംബത്തെയും, അഥവാ ഈ മതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പട്ടിണി കിടന്നവർ, പ്രയാസപ്പെട്ടവർ, ഹദീസ് മനപ്പാടമാക്കിയവർ, ഉറക്കമൂടും കഴിഞ്ഞവർ, യുദ്ധത്തിന് പോകുന്നത് സന്ദർഭത്തിൽ വരേക്കും ഫാത്തിമ ഉഹദിൽ പോകുന്നു റസൂലുള്ളാഹിൻ്റെ കൂടെ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയാത്തുകൾ നിന്നിട്ട് പലരും അവരുടെ ഭർത്താക്കന്മാരുടെ കൂടെ പോകുന്നു. അങ്ങനെ ഉഹദ് യുദ്ധം കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോൾ ഒരു അൻസാരി പെണ്ണ് ഈ മദീനയുടെ കവാടത്തിൽ, നിങ്ങൾ ഈ
ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ കാണുന്നുണ്ട് ഉഹദ് പർവ്വതം, ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ കാണാം കെട്ടിടങ്ങളില്ലെങ്കിൽ നേരിട്ട് കാണാം ഉഹദ് പർവ്വതം. ആ ഉഹദ് പർവ്വതത്തിൽ നിന്നിട്ട് റസൂലുള്ളാഹിൻ്റെ കൂടെ പോയ 1400ഓളം സഹാബാക്കൾ നിന്നിട്ട് 300ഓളം പേര് കപട വിശ്വാസികൾ ഒഴിഞ്ഞു മാറി. ബാക്കിയുള്ളവരെല്ലാം മടങ്ങി വരുമ്പോൾ ഓരോരുത്തർക്കും ഉണ്ട് പരിക്കുകൾ. ഒന്നിരിക്കലോ കാലില്ല, അല്ലെങ്കിൽ കൈയില്ല, അല്ലെങ്കിൽ വിരലില്ല, അല്ലെങ്കിൽ കണ്ണില്ല. അങ്ങനെ മടങ്ങി വരുന്നതായ വരവേൽപ്പ് കണ്ടപ്പോൾ ഒരു സഹാബി സ്ത്രീ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അൻസാരി സ്ത്രീയാണ്. ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ ഷഹീദായി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങളുടെ ഭർത്താവ് ഷഹീദായി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങളുടെ വാപ്പ ഷഹീദായി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പക്ഷെ മൂന്നാമത്തെ ആളും ഷഹീദായെന്ന് കേട്ടപ്പോൾ, ഒരു വീട്ടിൽ നിന്ന് പോയ 3 ആളും ഷഹീദായിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൂതർക്ക് എന്ത് സംഭവിച്ചു എന്നതാണ് അവരുടെ ഹൃദയത്തിൽ വന്ന ചോദ്യം. എന്നല്ലാതെ അവർ ഷഹീദായതിൽ കരഞ്ഞില്ല, പ്രയാസപ്പെട്ടില്ല. കാരണം ഖുർആനിൻ്റെ ആയത്തുകൾ നമ്മുടെ മുമ്പിലുള്ളതുപോലെ അവരുടെ മുമ്പിലുണ്ട്. എന്താണ്? സ്വർഗത്തിലേക്കാണ് അവർ പറന്നുപോയി എന്ന വാർത്ത. അതുകൊണ്ട് എന്നെക്കാളും മുമ്പിൽ സ്വർഗത്തിൽ പോകാൻ എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ വാപ്പയ്ക്കും എൻ്റെ ഭർത്താവിനും ചാൻസ് കിട്ടിയല്ലോ എന്ന് ഓർത്തിട്ട് അവർ സന്തോഷിച്ചതല്ലാതെ അതിലവർ പ്രയാസം കണ്ടില്ല. അതേ സമയത്ത് അവർക്ക് അവരുടെ ഹൃദയത്തിൽ പൊങ്ങി വന്നതായ ചോദ്യചിഹ്നം, എന്താണ് റസൂലിന് സംഭവിച്ചത് എന്നറിയലാണ്. ആ ചോദ്യം ചോദിച്ചപ്പോൾ ആ സഹാബി മറുപടി നൽകി, റസൂലിന് ചില പരിക്കുകൾ ഏറ്റിട്ടുണ്ട്, പക്ഷേ അവർ അപകടത്തിൽപ്പെട്ടിട്ടില്ല. ഇത് കേട്ടപ്പോൾ ആ സഹോദരി പറയുന്നു, പോരാ, റസൂലിനെ കണ്ട് എനിക്ക് ആസ്വദിക്കണം, എനിക്ക് സമാധാനിക്കണം, റസൂൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് എനിക്കറിയണം. എന്തുകൊണ്ട്? അതാണ് യഥാർത്ഥ സ്നേഹം. ഈ മതത്തിൻ്റെ നിലനിൽപ്പ് ആ റസൂലിലൂടെയാണല്ലോ. ഈ മതം പരിപൂർണമായിട്ടില്ലല്ലോ, ഇനിയും കുറെ ആയത്തുകൾ ഇറങ്ങാനുണ്ടല്ലോ, ഇനിയും കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ. അതുകൊണ്ട് ആ റസൂല് ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്നറിഞ്ഞാലേ സമാധാനമുള്ളൂ. കണ്ടില്ലേ ഒരു പെണ്ണിൻ്റെ ഈമാൻ, ഒരു പെണ്ണിൻ്റെ വികാരം, ഒരു പെണ്ണിൻ്റെ ദീനുമായുള്ള ബന്ധം. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ സഹോദരൻ അവിടെ നിന്നുകൊടുത്തു. എന്തിനാണ്? റസൂലിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അല്പം കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടത്തിൽ അള്ളാഹു റസൂലിൻ്റെ വരവേൽപ്പ് കാണുന്നു. അതാ അള്ളാഹുവിൻ്റെ ദൂതരാ ആ വരുന്നത് കാണുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരി പറയുന്നു, കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ. എല്ലാ മുസീബത്തും എൻ്റെ മുമ്പിൽ നിസ്സാരമാണ്, നിങ്ങൾ ജീവിച്ച് കിട്ടുക എന്നതിൻ്റെ മുമ്പിൽ എന്ന് മഹദി പറയുന്ന പദം മായാതെ മങ്ങാതെ സ്വർണ്ണ ലിപികൾ കൊണ്ട് എഴുതപ്പെടേണ്ടതായ പദം ഈ മദീനയിൽ സംഭവിച്ച ചരിത്രത്തിൻ്റെ പിന്നിൽ ലോകം പഠിച്ച പദമാണ്. ഇത് ഞാൻ പഠിച്ചാലും നിങ്ങൾ പഠിച്ചാലും എന്തുകൊണ്ട് നമ്മുടെ സംസ്കാരത്തിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ കേറുന്നില്ല കൂട്ടരെ? വജ്ജഹ്തു വജ്ഹി അല്ലദീ ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ എന്ന് റബ്ബിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ എന്തുകൊണ്ട് ആ വികാരം നമ്മുടെ മീതെ കയറുന്നില്ല? എന്തുകൊണ്ട് സുജൂദിൽ കിടന്നിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന വേളയിൽ വരേക്കും നമുക്ക് നമ്മുടെ വീട്ടിലുള്ളതായ ഭക്ഷണവും നമ്മുടെ വീട്ടിലുള്ള കുട്ടികളും പെണ്ണുങ്ങളും നമ്മുടെ ഹൃദയത്തിൽ കറങ്ങേണ്ട ഗതികേട് വരുന്നു? ചിന്തിക്കണം, ശ്രദ്ധിക്കണം. ആള് മാറാൻ ഈ നാട് ലോകത്തിൽ സഹായിച്ചതുപോലെ ലോകത്ത് ഏത് നാടും സഹായിച്ചിട്ടില്ല. കാരണം വഹി ഇറങ്ങിയ നാടാണ്, ജിബിരിൽ കറങ്ങിയ നാടാണ്, വഹി ഇറങ്ങിയ നാടാണ്, സഹബാക്കളുടെ നാടാണ്. നബിമാരും പണ്ട് തന്നെ വന്നുകൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറയുമ്പോൾ വിട്ടുകടന്ന വാദിയാണ് ഇതിൻ്റെ പരിസരത്തിലുള്ളത് എന്നതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. യൂനുസ് അതുപോലെ കഴിഞ്ഞു പോയതായ നബിമാർ. റസൂൽ പറയുന്നു, സഹീഹ് മുസ്ലിമിലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 33 ഹദീസ്. പറയുന്നു റസൂല്, അവസാന കാലമാകുമ്പോൾ താഴ്വരയിലൂടെ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറഞ്ഞുകൊണ്ട് ഈസ നബി അലൈഹിസ്സലാം തൽബിയത്ത് ചൊല്ലിയും കൊണ്ട് മുഫ്രിദായിട്ടോ മുതമത്തിയായിട്ടോ കാരിനായിട്ടോ ഇഹ്റാം കെട്ടി വരുമെന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ നിങ്ങൾ ഈ ഇരിക്കുന്ന നാട്ടിൻ്റെ പ്രത്യേകത, നിങ്ങൾ ഈ ഇരിക്കുന്ന അന്തരീക്ഷത്തിൻ്റെ പ്രത്യേകത, നിങ്ങൾ ഈ കേൾക്കുന്നതായ ഉപദേശത്തിൻ്റെ പ്രത്യേകത? ഇത് നിങ്ങൾ അങ്ങനെ ഇൻസൾട്ടാക്കി തള്ളുന്ന ഒരു വിഷയമാണോ? ഒരിക്കലും അല്ല. അള്ളാഹ് ചോദിക്കുന്ന കാര്യമാണ്. അള്ളാഹ് പരലോകത്തിൽ കൈകെട്ടി ഇവിടെ മറുപടി പറയുമ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും മൗലവി എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് മൗലവിയോട് പറയാം, അല്ലെങ്കിൽ അമീറിനോടും പറയാം, അല്ലെങ്കിൽ ആരോടും പറയാം, ഏത് പൊളച്ചോരോടും പറയാം, തടി കഴിച്ചിലാക്കാം. അവിടെ പറയാൻ പറ്റുമോ? ഇല്ല. അവിടെ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, താള പൂട്ടും, സീൽ. വതുകല്ലിമുനാ ഐദീഹിം, കൈ സംസാരിക്കും. വതശ്ഹദു അർജുലുഹും, കാലിദാ സാക്ഷി നിൽക്കും. അതെ, ആ ആജിയാർ മക്ക കണ്ട്, ആ ഉംറക്കാരൻ മദീന കറങ്ങി, എന്നിട്ടും പിന്നെ പലിശ ബാങ്ക് ഒഴിവാക്കിയിട്ടില്ല. എന്നിട്ടും അവൻ ഖുർആൻ ശക്തിയായ ശൈലിയിൽ വിരോധിച്ചതായ വിനോദാഭാസങ്ങളോ മ്യൂസിക്കുകളോ ഹാർമോണിയങ്ങളോ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ലഘൂകരണം വരുത്താൻ വരെ പരിശ്രമിച്ചിട്ടില്ല. കുട്ടികൾക്ക് നെറ്റുകൾ തുറന്നു കൊടുത്തപ്പോൾ ഇസ്ലാമിക ശിക്ഷണം നൽകിയതിന് ശേഷമല്ല തുറന്നു കൊടുത്തത്. അതുകൊണ്ട് തന്നെ അവർ വ്യഭിചാരിനികളായിട്ട് കള്ളുകുടിയന്മാരായിട്ട്, അല്ലെങ്കിൽ
അല്ലെങ്കിൽ ആചാര്യയുടെ മകള് തന്നെ ക്രിസ്ത്യാനിയായിട്ട് ഹിന്ദുവായിട്ട് സ്നേഹിച്ചോടുന്ന ഗതികേടുണ്ടാകുന്നു. പഠിക്കേണ്ടതുപോലെ പഠിക്കാത്തതുകൊണ്ട്, ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളാത്തത് കൊണ്ട് മദീന പഠിപ്പിക്കുന്ന പാഠം പഠിച്ച ശേഷം, ഇവിടെ വന്ന ശേഷം, ഈ നാട് കണ്ട ശേഷം അത് നാട്ടിലും വീട്ടിലും കടയിലും അതുപോലെ തന്നെ പരിസരത്തിലും കാറിലും ഫിറ്റാക്കാത്തത് കൊണ്ടുള്ള അപകടമാണത്. ആ അപകടത്തിൽ നിങ്ങൾ പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉപദേശിക്കുന്നത്. മസ്ജിദ് നബവിയിൽ ചെന്നോളീൻ എന്ന് രാത്രി തന്നെ ചെയ്തോളീൻ പശ്ചാത്താപം റബ്ബിൻ്റെ മുമ്പിൽ പറഞ്ഞോളീൻ. റബ്ബിനോട് ഇതുവരെ ചെയ്ത കുറ്റങ്ങളുടെ ലിസ്റ്റ് അല്ല കണ്ടു ചെയ്തതാണ്, അല്ല കാണാതെ ചെയ്തിട്ടില്ല. ആ ലിസ്റ്റ് അങ്ങോട്ട് നിരത്തി വെച്ചോളീൻ. എന്നിട്ട് കണ്ണുനീര് ധാരധാരയാക്കി മദീനത്തെ പള്ളിയുടെ ഏതെങ്കിലും ഒരു മുക്കിലോ മൂലയിലോ ഇരുന്നു കൊണ്ട് കണ്ണുനീര് ധാരധാരയാക്കി ഒലിപ്പിച്ചിട്ട് കുറ്റം സമ്മതിച്ചോളീൻ. എന്നിട്ട് ഇനി മേലിൽ ആ അപകടത്തിലേക്ക് ഞാൻ മടങ്ങുകയില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്തോളീൻ. എന്നിട്ട് റബ്ബിനോട് അതിന് തൗഫീഖിന് വേണ്ടിയും മദീനത്തെ പള്ളിയിൽ നിന്നിട്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചോളീൻ. എന്നിട്ട് അതുമുതൽ ആ സത്യപ്രതിജ്ഞ പുലർത്താൻ വേണ്ടി ഭാവി ജീവിതം കണ്ടെത്താനുള്ള പരിശ്രമിച്ചോളീൻ. സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ, മുഅ്മിനായി മരിക്കണമെങ്കിൽ, റസൂലുള്ളാഹിന്റെ പിന്നാലെ നടന്നുകൊണ്ട് സ്വർഗത്തിൽ സമ്മേളിക്കണമെങ്കിൽ, സലഫ് സാലിഹ്യങ്ങളുടെ പിന്നാലെ നടന്നുകൊണ്ട് സ്വർഗത്തിൽ ആസ്വദിക്കണമെങ്കിൽ, ആഹ്ലാദിക്കണമെങ്കിൽ അക്കൂട്ടത്തിൽ നാം എല്ലാവരെയും അള്ളാഹു പെടുത്തട്ടെ. ഇതുവരെ പറഞ്ഞതിന് സൽക്രമമായി അള്ളാഹു സ്വീകരിക്കട്ടെ. സത്യം ഉൾക്കൊണ്ടുകൊണ്ട് സത്യത്തിന് വേണ്ടി വന്നാൽ ശരീരത്തെ ആഹൂതി ചെയ്യേണ്ടി വന്നാൽ വരെ ആഹൂതി ചെയ്തുകൊണ്ട് റബ്ബിനെ പ്രീതിപ്പെടുത്തേണ്ട എല്ലാ രൂപങ്ങൾ, എല്ലാ ശൈലികൾ കൈക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള ശാരീരിക, സാമ്പത്തിക, ഈമാനിക, വിജ്ഞാന ശേഷി നമുക്ക് ഏവർക്കും അള്ളാഹു നൽകട്ടെ. നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. അവരോടൊപ്പം നമ്മയും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മിൽ നിന്നിട്ട് ഇണകളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ ഇണകൾ അല്ലാഹു നൽകട്ടെ. സന്താനമുള്ളവർക്കും ഇല്ലാത്തവർക്കും സാലിഹ്യങ്ങളായ സന്താനങ്ങളെ അള്ളാഹു നൽകട്ടെ. പുണ്യഭൂമിയിൽ താമസിക്കുമ്പോൾ ആ ഭൂമിയുടെ പവിത്രതയെ കാത്തുസൂക്ഷിച്ച് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അഥവാ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള ജീവിതത്തിൽ വല്ല തെറ്റുകുറ്റങ്ങളോ ഈ ഭൂമിയുടെ പവിത്രതയ്ക്ക് വിരുദ്ധമായിട്ടോ വല്ലതും വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു മാഫി ചെയ്യട്ടെ, പുറത്തു തരട്ടെ. ഈ മതത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ആത്മാർത്ഥമായി സേവനം ചെയ്യാൻ അനിവാര്യമായ എല്ലാ കഴിവും കൽപ്പും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഐക്യത്തോടുകൂടി മുസ്ലിങ്ങൾക്ക് തൗഹീദിൻ്റെ പിന്നാണ് നടന്നുകൊണ്ട്, ഖുർആനിൻ്റെ പിന്നാണ് നടന്നുകൊണ്ട് ജീവിക്കാനുള്ളതായ മഹാഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ.